രുചിക തന്റെ മകൻ സൗരവിന്റെ കൂടെ ജബൽപൂരിൽ ജീവിച്ചിരുന്നു. പണം സമ്പാദിക്കാൻ വേണ്ടി അവരുടെ ഭർത്താവ് ജയലേഷ് സൗദി അറേബ്യയിലേക്കും പോയിരുന്നു. കല്യാണം കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ സൗദിയിൽ നിന്നും ഒരു വാർത്തയും വന്നു. അത് എന്താണെന്നാൽ കമ്പനിയിലെ ഒരു മെഷീൻ കേടായിപ്പോയി പാവം ശൈലേഷ് മരിച്ചുപോയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശവശരീരവും വീട്ടിൽ വന്നു. അയ്യോ ദൈവമേ, നിങ്ങൾ എന്ത് കാര്യമായി ചെയ്തത്? ഇദ്ദേഹമല്ലാതെ ഈ ലോകത്ത് ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? അച്ഛാ, ഞങ്ങളെ വിട്ടിട്ട് എന്തിനു പോയി? മോനിങ്ങനെ വിഷമിക്കണ്ടടാ. ഇനി മുതൽ ഞാനാണ് നിന്റെ അമ്മയും അച്ഛനും. അങ്ങനെ അന്നു മുതൽ രുചിക ഒരു അമ്മയുടെയും അച്ഛന്റെയും കടമകൾ ചെയ്യാൻ തുടങ്ങി. അവർ തന്റെ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വീട്ടിലിരുന്ന് തന്നെ പപ്പടത്തിന്റെയും അച്ചാറിന്റെയും ബിസിനസ് ചെയ്തു. അതോടൊപ്പം അവർ തയ്യൽ ജോലിയും നോക്കാൻ തുടങ്ങി. ഇങ്ങനെ ചില വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ സൗരവ് +2 പരീക്ഷ എഴുതുന്ന സമയമായിരുന്നു. അമ്മ ഒന്നോർത്തും വിഷമിക്കണ്ട. ഞാനിപ്പോൾ വളർന്നു. ഇനി മുതൽ ഞാൻ അമ്മയെ നോക്കാം. അതെ മോനെ, ഞാൻ ഈ ഒരു ദിവസത്തിനാണ് മോനെ കാത്തിരുന്നത്. നീ ഇനി മുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ചില മാസങ്ങൾക്ക് ശേഷം സൗരവ് +2ന്റെ എക്സാമും എഴുതി. പരീക്ഷ തീർന്ന് അവസാന ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടിയും കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവന്റെ ബൈക്ക് ഒരു ട്രക്കുമായി ഇടിച്ചത്. ഇത് കാരണം സൗരവിന് ഗുരുതരമായ പരിക്കുകളും പറ്റി. അവനെ ഉടനെ ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലുകാരും ഉടനെ അവന്റെ അമ്മയ്ക്കും കോൾ ചെയ്ത് പറഞ്ഞു, നിങ്ങൾ സൗരവിന്റെ അമ്മയല്ലേ? ഞാൻ സൗരവിന്റെ അമ്മയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണ്? എവിടെ നിന്നാ സംസാരിക്കുന്നത്? ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റൽ ജബൽപൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മകന് ഒരു ആക്സിഡന്റ് ആയി. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വേഗം ഇവിടെ വരൂ. ഇത് കേട്ടതും രുചികയ്ക്ക് ഷോക്ക് ഏറ്റതുപോലെയായി. എന്നാൽ അവർ തന്നെത്താനെ സമാധാനിപ്പിച്ച് അവരുടെ മകനെ കാണാൻ വേണ്ടി പോയി. അവരുടെ മകൻ അപ്പോൾ ICUവിലായിരുന്നു. അപ്പോൾ രുചിക ഡോക്ടറിനെയും സമീപിച്ചു. എന്റെ മകന് കുഴപ്പമൊന്നുമില്ലല്ലോ? നോക്കൂ, നിങ്ങളുടെ മകന് നല്ല പരിക്കേറ്റിട്ടുണ്ട്. അതിലൂടെ അവന്റെ കിഡ്നിയും പ്രവർത്തനരഹിതമായി. അവന് മറ്റൊരു കിഡ്നി ഉടനെ വെച്ചേ പറ്റൂ. ഡോക്ടർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതെ, ഞാൻ പറയുന്നത് സത്യമാ. നിങ്ങൾ വേഗം ഒരു 10 ലക്ഷം രൂപ ഏർപ്പാടാക്കൂ. എന്നാൽ ഡോക്ടർ, എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്തെങ്കിലും വിറ്റാൽ പോലും എനിക്ക് അത്രയും പണമുണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ 2 മാസം വരെ ജീവനോടെ കാണൂ. ഇത് കേട്ടതും രുചിക ഒരുപാട് വിഷമിച്ചു. അവർക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ അവർ തന്റെ ഭർത്താവിനെ ഓർത്ത് ഉറക്കെ കരഞ്ഞു. ഇത് കണ്ട് ഡോക്ടർ അവരെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒന്നോർത്തും വിഷമിക്കണ്ട. ദൈവം ഉറപ്പായും നിങ്ങളെ സഹായിക്കും. ഡോക്ടർ, ഇതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്ക് എന്റെ കിഡ്നി എന്റെ മോന് കൊടുക്കാൻ പറ്റുമോ? അയ്യോ, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഒരുപാട് പ്രായമായതല്ലേ? നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ. പറ്റും. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് വരണം. ഞാൻ എന്റെ മകന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ അവരുടെ ഹെൽത്ത് ചെക്കപ്പ് നടന്നു. ഡോക്ടർ അവരോട് അവരുടെ ഭാരം കുറയ്ക്കാനും പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ 20 കിലോ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി നിങ്ങളുടെ മകന് ആ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു വെക്കാം. ശരി ഡോക്ടർ, ഇന്നു മുതൽ ഇതിനു വേണ്ട ജോലി ചെയ്യാം. അതുമാത്രമല്ല, വെറും 40 ദിവസം കൂടിയേ നിങ്ങളുടെ മുൻപിൽ ടൈമുള്ളൂ. രുചിക വീട്ടിലേക്ക് പോയതും ശരീരഭാരം എങ്ങനെ കുറയ്ക്കാമെന്ന് ചിന്തിച്ചു. അപ്പോൾ അവർക്ക് ജിം ചെയ്യാമെന്ന ഐഡിയയും വന്നു. അവർ അടുത്ത ദിവസം രാവിലെ മുതൽ തന്റെ വീടിന്റെ മുറ്റത്ത് ജിം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് ഗ്രാമത്തിലെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, ആഹാ, ഇവിടെ നോക്കൂ. ആന്റിക്ക് ഈ വയസ്സിൽ ബോഡി ബിൽഡിംഗ് ചെയ്യാനാ ഇഷ്ടം. അയ്യോ അതെ, ആന്റി എങ്ങായിരിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് തോന്നുന്നു. അവർക്ക് സൗന്ദര്യം കിട്ടാൻ വേണ്ടി അഭ്യാസങ്ങൾ ചെയ്യുകയാണ്. മോനെ ജിമ്മിലേക്ക് പറഞ്ഞുവിടാനുള്ള പ്രായത്തിൽ ഇവർ എക്സസൈസ് ചെയ്ത് എല്ലാവരെയും അട്രാക്ട് ചെയ്യുമല്ലോ. ഇതെല്ലാം കേട്ടപ്പോൾ രുചികയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. അവർ വീടിന്റെ അകത്ത് പോയി ഒരുപാട് കരഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവർക്ക് അവരുടെ മകനെക്കുറിച്ച് ഓർമ്മ വന്ന് ധൈര്യം സംഭരിച്ച് വീണ്ടും ജിം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി.
ഇങ്ങനെ 10 ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിലെ കുറച്ച് ലേഡീസ് രുചിക ഓടുന്നത് കണ്ട് അവർ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇങ്ങോട്ട് നോക്കിക്കേ, വയസ്സായ കാലത്ത് ഇവർ ജിമ്മിൽ പോകുക. അയ്യേ, ഇവർക്ക് ഈ പ്രായത്തിൽ ഇനി ചെറുപ്പക്കാരിയാകണമായിരിക്കും. ചേച്ചി, ഈ വയസ്സായ കാലത്തിൽ ഏതെങ്കിലും എല്ല് പൊട്ടിയാൽ എല്ലാ യുവത്വം അങ്ങ് പോവും. പോകൂ ഇവിടെ നിന്ന്, എന്നെ ജോലി ചെയ്യാൻ വിടൂ. അയ്യോ ചെറിയമ്മേ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. പ്രായവും കൂടെ ഒന്ന് നോക്കണ്ടേ? പോ ഇവിടെ നിന്ന്. നിങ്ങളുടെ അഡ്വൈസ് ഒന്നും എനിക്ക് വേണ്ട. പാ, നമുക്കിവിടെ നിന്ന് പോകാം. ഈ കലികാലത്തിൽ ആർക്കെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്താലും അത് തെറ്റാ. എല്ലാവരോടും പ്രതികരിക്കാൻ തുടങ്ങിയതുകൊണ്ട് അവരുടെ പപ്പടം അച്ചാർ ബിസിനസ്സും പിന്നെ തയ്യൽ ബിസിനസ്സും ഡൗൺ ആയി. അവർ ഒരുപാട് വിഷമിച്ചു. എന്നാൽ തന്റെ മകന് വേണ്ടി ശരീരഭാരം കുറയ്ക്കാൻ അവർ മത്സരിച്ചു. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം അവർ ആ ഡോക്ടറിനെ സമീപിച്ചു. ഡോക്ടർ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന് റെഡിയാണോ? ഞാൻ റെഡിയാ. ഡോക്ടർ രുചികയെ ഓപ്പറേഷന് വേണ്ടി റെഡിയാക്കി ഓപ്പറേഷൻ തിയേറ്ററിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. അമ്മയും മകനും കണ്ടുമുട്ടി. അപ്പോൾ സൗരവ് ഇങ്ങനെ പറഞ്ഞു. അമ്മേ, എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു മകനായിരുന്നിട്ട് അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇല്ല മോനെ, നിന്റെ കടമകൾ ഇനിയുമുണ്ട്. അത് നീ തീർച്ചയായും നിറവേറ്റണം. അങ്ങനെ ഡോക്ടർ രണ്ടുപേർക്കും ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റും ചെയ്തു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം രുചികയ്ക്കും ബോധം തിരിച്ചു കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്, ഓപ്പറേഷൻ ഈസ് സക്സസ്. നിങ്ങളുടെ മകൻ ഒരു കുഴപ്പവുമില്ല. നന്ദിയുണ്ട് ഡോക്ടർ. നിങ്ങളെപ്പോലെ ഒരു അമ്മയെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടി വേണമെങ്കിൽ ജീവനും കൊടുക്കും. കുറച്ചു ദിവസം ഒബ്സർവേഷനിൽ വെച്ചതിനു ശേഷം രുചിക സൗരവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇതിനെക്കുറിച്ചുള്ള വാർത്ത ന്യൂസ് പേപ്പറിലും TV ചാനലിലും വരാൻ തുടങ്ങി. ഇതെല്ലാം മനസ്സിലാക്കിയ ഗ്രാമജനങ്ങളും രുചികയുടെ ഈ ത്യാഗം കണ്ട് അവരെ തൊഴുതു. ആന്റി, എന്നോട് ക്ഷമിക്കൂ. ഞങ്ങൾ ഒരുപാട് കളിയാക്കി. അതേ ചെറിയമ്മേ, നിങ്ങളെ കളിയാക്കിയതിന് ഞങ്ങളോട് ക്ഷമിക്കൂ. പിന്നെ ചില മാസങ്ങൾക്കുള്ളിൽ സൗരവനും പൂർണ്ണമായും ഭേദമായി. അവനും നല്ലൊരു കമ്പനിയിൽ കയറിപ്പറ്റി തന്റെ അമ്മയെ അവൻ വളരെ നല്ല രീതിയിൽ നോക്കി. ചില മാസങ്ങൾക്ക് ശേഷം അവന്റെ വിവാഹവും കഴിഞ്ഞു. അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. പാഠം: അമ്മയുടെ സ്നേഹം വളരെ വിലമതിപ്പുള്ളതാണ്. അവർ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ത്യാഗം ചെയ്യും. അതുകൊണ്ട് അമ്മയ്ക്ക് മതിപ്പ് കൊടുത്ത് അവരോടൊപ്പം തന്നെ ജീവിക്കൂ.